ഡോക്ടർ വി.പി. ഗംഗാധരന്റെ അതിരുകളില്ലാത്ത സ്നേഹം എന്നുള്ള ഒരു ഓർമ്മക്കുറിപ്പാണ് ഇന്നത്തെ പാഠം. +2 തുല്യത മലയാളം ടെക്സ്റ്റ് ബുക്കിലെ ഒരു പാഠഭാഗമാണ് അതിരുകളില്ലാത്ത സ്നേഹം. അതിരുകളില്ലാത്ത സ്നേഹം എന്ന ഡോക്ടർ വി.പി. ഗംഗാധരൻ്റെ അനുഭവക്കുറിപ്പ്. അതിൽ ഡോക്ടർ വി.പി. ഗംഗാധരൻ അർബുദ ചികിത്സാ രംഗത്ത് ശ്രദ്ധേയനായിട്ടുള്ള ഓങ്കോളജിസ്റ്റാണ്. 2004 കൊച്ചിൻ ക്യാൻസർ സൊസൈറ്റിക്ക് രൂപം നൽകുന്നതിൽ ഡോക്ടർ ചെറിയാൻ ജേക്കബിനൊപ്പം അദ്ദേഹം പ്രധാന പങ്കുവഹിക്കുകയുണ്ടായി. തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെൻറ്ററിൻ്റെ വകുപ്പ് മേധാവിയായിട്ട് ഇദ്ദേഹം സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. 1978 കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്നും MBBS-ഉം 1984 ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൽ നിന്ന് റേഡിയോപ്പതിയിൽ MD-യും നേടിയ ഡോക്ടർ വി.പി. ഗംഗാധരൻ കേരളത്തിലെ ആദ്യത്തെ രക്തകോശ സെൽ ട്രാൻസ്പ്ലാന്റേഷൻ നടത്തുന്നതിന് നേതൃത്വം നൽകി. ക്യാൻസർ രോഗികൾക്ക് മരുന്നിനേക്കാളുപരി മനഃശക്തിയാണ് ആവശ്യമെന്ന സന്ദേശം അദ്ദേഹം പ്രചരിപ്പിക്കുന്നു. അതോടൊപ്പം തന്നെ രോഗം തടയാനുള്ള മാർഗങ്ങളെക്കുറിച്ചുള്ള നിരവധി ബോധവൽക്കരണ പരിപാടികളും സജീവമായി നടത്തിവരുന്നുണ്ട്. ഇനി ജീവിതം എന്ന അത്ഭുതം എന്നുള്ള പുസ്തകം അദ്ദേഹത്തിൻ്റെ വളരെ പ്രസിദ്ധമായിട്ടുള്ള കൃതിയാണ്. ക്യാൻസർ ചികിത്സാ രംഗത്ത് തനിക്കുണ്ടായിട്ടുള്ള അനുഭവങ്ങളാണ് അവിടെ പങ്കുവയ്ക്കുന്നത്. ഇനി ബഷീർ പുരസ്കാരം, 2006 ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻറ്റിഫിക് ഹെറിറ്റേജിൻ്റെ ശാസ്ത്രരത്ന അവാർഡ്, 2007 ഇന്ദിരാഗാന്ധി നാഷണൽ ഫൗണ്ടേഷൻ്റെ ഇന്ദിരാഗാന്ധി അവാർഡ്, 2008 കേരള മാപ്പിളകലാ അക്കാദമി അവാർഡ്, 2009 ആദ്യത്തെ സംസ്ഥാന അവാർഡ് എന്നിവ ഇദ്ദേഹത്തെ തേടി എത്തുകയുണ്ടായി. അപ്പം അതിൽ ദാമ്പത്യത്തിൻ്റെ പവിത്രതയും ആ സ്നേഹം ജീവിതത്തിൽ ഒരിക്കലും നശിക്കാത്തിടത്തോളം കാലം ജീവിതത്തിൻ്റെ ആശകൾ ഒരിക്കലും നശിക്കുന്നില്ല എന്നുള്ള ആ ഒരു കാര്യം എടുത്തു പറയുകയാണ് ചെയ്യുന്നത്. അതേപോലെ സ്നേഹബന്ധത്തിൽ നിന്ന് എത്ര വലിയ പ്രതിബന്ധങ്ങളെയും അതിജീവിച്ച് ഉയർത്തെഴുന്നേൽക്കാനായിട്ട് കഴിയും എന്നുള്ള ആ ഒരു തത്വം കൂടി ലേഖകൻ നമ്മളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ക്യാൻസർ രോഗിയായിട്ടുള്ള ഭാര്യയും അതേപോലെ ഹൃദ്രോഗിയായിട്ടുള്ള ഭർത്താവും ജീവിതത്തിലേക്ക് ഒരിക്കലും തിരിച്ചു വരാൻ കഴിയില്ല എന്ന് വിചാരിച്ചിരുന്ന അവരെ വീണ്ടും വളരെ സന്തോഷവാന്മാരായിട്ടുള്ള ജീവിതം നയിക്കുന്ന രണ്ടാൾക്കാരായിട്ട് ദീർഘകാലം വീണ്ടും ജീവിക്കാനായിട്ടുള്ള ആരോഗ്യത്തോടു കൂടി തിരിച്ചു വന്ന ആ ഒരവസ്ഥ അത് നമ്മളുടെ മുമ്പിൽ കാണിച്ചു തരികയാണ് ഡോക്ടർ വി.പി. ഗംഗാധരൻ. അപ്പം അദ്ദേഹത്തിൻ്റെ ആ ലേഖനം ഇങ്ങനെയാണ് തുടങ്ങുന്നത്. പതിഞ്ഞ ഒരു ചിരി, അത് തൊടുക്കുന്നത് മുഴക്കമുള്ള മറ്റൊരു ചിരി, ഇടവിട്ട് ചെറുതും വലുതുമായ ഓലപ്പടക്കങ്ങൾ കോർത്ത ഒരു കമ്പക്കെട്ടായി അത് മാറും മുമ്പേ അവരെന്നെ കണ്ടു. അഴികളില്ലാത്ത ജനൽ പഴുതിലൂടെ അവർ കായൽ പരപ്പിലേക്ക് നോക്കി നിൽക്കുകയായിരുന്നു. അതിരു കാണാത്ത കായലിൻ്റെ നെഞ്ചത്ത് വേൽക്കൈയിൻ്റെ ചില്ലുകഷ്ണങ്ങൾ തിളങ്ങുന്നു. തീ പടർന്നു തുടങ്ങിയ ചിരിയുടെ നിലയമിട്ടുകളിലേക്കാണ് എൻ്റെ കാലൊച്ച കുത്തിയൊലിക്കുന്ന ഓരുവെള്ളം പോലെ ചെന്നു കയറിയത്. ചിരിയുടെ ഒരു പൊട്ടാസ് പോലും പിന്നെ പൊട്ടിയില്ല. പകരം മത്താപ്പ് തെളിയും പോലെ രണ്ടുപേരും ചിരിച്ചു. ഖാദർ സാഹിബിൻ്റെ ഇടങ്കൈ അപ്പോഴും ആമിനുമ്മയുടെ തോളിനെ ചുറ്റിക്കിടന്നു. ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരിടത്ത് രണ്ടുപേരെ കണ്ടപ്പോൾ ഞാൻ തെല്ലിട അമ്പരന്നു നിന്നു. ആൾക്കാരെ തിരിച്ചറിഞ്ഞപ്പോൾ ഞാൻ ചിരിച്ചു. അപ്പം ഇങ്ങനെയാണ് തുടക്കം. അപ്പോൾ ആമിനുമ്മയും ഖാദർ സാഹിബ്, അപ്പോൾ അവരെ അങ്ങനെ കണ്ടെത്തിയ ആ ഒരു സാഹചര്യം നമ്മളുടെ മുമ്പിൽ പറയാം.
അപ്പോൾ അവരുടെ ആ ചിരിയുടെ പ്രത്യേകതകളും അവരുടെ സന്തോഷത്തിൻ്റെ പ്രത്യേകതകളും ഒക്കെ അങ്ങനെ ഡോക്ടർ നമ്മളുടെ മുമ്പിൽ അങ്ങനെ വിവരിക്കുകയാണ്. അപ്പോൾ അവരുടെ ചിരിക്കും അതേപോലെ സന്തോഷത്തിനും എന്തൊക്കെയോ പ്രത്യേകതകളുണ്ട് എന്ന് നമ്മളുടെ മുമ്പിൽ അവതരിപ്പിക്കാനായിട്ടാണ് ആ സന്തോഷം നമ്മളെ ആദ്യം തന്നെ അങ്ങോട്ട് പറഞ്ഞ് മനസ്സിലാക്കിയത്. അതായത് ജീവിതത്തിൽ സന്തോഷത്തിൻ്റെ ഏറ്റവും ഉയർന്ന ആ ഒരു പടവിലാണ് അവർ നിൽക്കുന്നത് എന്നുള്ളത് കാണിക്കുകയാണ് ലേഖകൻ അവിടെ. അപ്പോൾ അവർ പറയുന്നത് ആശുപത്രിയുടെ പണിയൊക്കെ ശരിക്കും നടക്കുന്നുണ്ടോ എന്ന് നോക്കാൻ വന്നതായിരിക്കും രണ്ടാളെന്ന് ഡോക്ടർ ഇങ്ങനെ ചോദിച്ചു. അപ്പോൾ ആമിനുമ്മ പെട്ടെന്ന് ഖാദർ സാഹിബിൻ്റെ കൈ എടുത്തു മാറ്റിയിട്ട് അല്പം അങ്ങോട്ട് മാറി നിന്നു. ആമിനുമ്മയുടെ മുഖം വിളറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ സ്വകാര്യതയിലേക്ക് അറിയാതെയാണെങ്കിലും കടന്നു കയറേണ്ടി വന്നതിൽ എനിക്ക് കുറ്റബോധം തോന്നി എന്ന് ഡോക്ടർ പറയാം. ഖാദർ സാഹിബ് മുഴക്കമുള്ള സ്വരത്തിൽ പിന്നെയും ചിരിച്ചു. എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, അതൊന്നും അല്ല ഡോക്ടറെ, ഞാനിവൾക്ക് ഈ കായലൊക്കെ ഒന്ന് കാണിച്ചു കൊടുക്കുകയായിരുന്നു. ആ മലമൂട്ടിനപ്പുറം പുറം ലോകം കണ്ടിട്ടില്ലല്ലോ, സൂക്കേട് വന്നതുകൊണ്ട് അങ്ങനെ ഒരു ഗുണമുണ്ടായി. അപ്പോൾ ഖാദർ സാഹിബിൻ്റെ ആ സ്നേഹം വഴിയുന്ന വാക്കുകളാണ് അവിടെ പറയുന്നത്. അവരുടെ വീടിൻ്റെ ആ ചുറ്റുവട്ടത്തു നിന്ന് അപ്പുറമൊന്നും ആമിനുമ്മ പോയിട്ടില്ല. അപ്പോൾ ഇങ്ങനൊരു അസുഖം വന്നുകൊണ്ട് ഈ ഭാഗങ്ങളൊക്കെ കാണാനായിട്ട് അവർക്ക് പറ്റിയെന്ന് സൂചിപ്പിക്കുക. അപ്പോൾ ആശുപത്രിയുടെ ആ ഭാഗത്ത് പണി പൂർത്തിയായി വരുന്നതേ ഉള്ളൂ. പുതിയ ബ്ലോക്കുകളുടെ പണി വേഗത്തിൽ നടക്കുന്നു. അതിനേക്കാൾ വേഗത്തിൽ രോഗികളുടെ പുതിയ കൂട്ടം വന്ന് നിറയുന്നു. കൊമ്പും ചില്ലകളും ആകാശം തുളയ്ക്കുന്ന ഒരു പെരുമരമായി ആശുപത്രി വളരുന്നു. അപ്പോൾ അസുഖങ്ങൾ കൂടുന്നതിന് അനുസരിച്ച് രോഗികളും ഇഷ്ടംപോലെ ആശുപത്രിയിലെത്തും. അതിനനുസരിച്ച് ആശുപത്രി വളരുന്നതൊക്കെ ഡോക്ടറുടെ ആ ഒരു അനുഭവങ്ങൾ ഇങ്ങനെ പറയാം. അപ്പോൾ 1-ാം നിലയിൽ നിന്ന് എൻ്റെ OP ഈ നിലയിലേക്ക് മാറ്റിയിട്ട് അധികം കാലമായിട്ടില്ല. നിന്നു തിരിയാൻ ഇടമില്ലാത്തിടത്തു നിന്ന് വിശാലമായ മുറിയിലേക്കുള്ള മാറ്റം. OPയോട് ചേർന്ന് തന്നെ കീമോതെറാപ്പി ഡേ കെയർ വാർഡും ഒരുക്കിയിരിക്കുന്നു. പണി നടക്കുന്ന ഈ ഇടനാഴിയിലൂടെ സാധാരണ വരാറുള്ളതല്ല. റൗണ്ട്സ് കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ കീമോ വാർഡിലേക്ക് ഇതാണ് എളുപ്പമെന്ന് തോന്നി. പ്രായം തോൽപ്പിക്കാത്ത പ്രണയം പണിതീരാത്ത ജനലിനരികിൽ ചിരിയുതിർത്തു നിൽക്കുന്നുവെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഡോക്ടർ അവരെക്കുറിച്ച് പറയാം. സാധാരണ ഡോക്ടർ ആദ്യം വരുന്നതല്ല, പക്ഷേ ഇന്ന് വന്നപ്പോൾ പ്രായത്തിലും പ്രണയം വറ്റാതെ സൂക്ഷിക്കുന്ന 2 ദമ്പതികളെ അവിടെ ആവുന്ന ഒരിക്കലും വിചാരിച്ചതല്ല. പക്ഷെ അങ്ങനെ ഒരു സന്തോഷത്തിലേക്കാണ് താൻ കയറി ചെന്നത് എന്ന് ഡോക്ടർ പറയണം. അപ്പോൾ ആ ഒരു ആശുപത്രിയെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളും കൂടി ഡോക്ടർ അവിടെ പറയേണ്ടായി. അതായത് ഈ ബ്ലോക്ക് തുടങ്ങിയിട്ട് അധികം കാലമായിട്ടില്ല. അപ്പോൾ നിന്ന് തിരിയാൻ ഇതിൻ്റെ മുമ്പുണ്ടായിരുന്ന ബ്ലോക്കിൽ രോഗികളെ കൊണ്ട് ബുദ്ധിമുട്ടായപ്പോഴാണ് കുറച്ചും കൂടി വിശാലമായിട്ടുള്ളൊരു സ്ഥലത്തേക്ക് ഇത് മാറ്റിയത് എന്ന് പറയണം. അപ്പോൾ അതിനോട് തന്നെ ചേർന്നിട്ട് കീമോതെറാപ്പി ഡേ കെയർ വാർഡും കൂടി ഒരുക്കിയതുകൊണ്ട് ഡോക്ടർക്ക് കുറച്ചും കൂടി എളുപ്പമായി എന്ന് പറയും. അപ്പോൾ ആമിനുമ്മയുടെ കാതുകളുടെ അതിരുകാക്കുന്ന അലുക്കുത്തുകൾ ഇളക്കാൻ എന്ന പോലെ കായലിൽ നിന്ന് കാറ്റ് വീശി. മണ്ണും പൊടിഞ്ഞ ഇഷ്ടികകളും കുമിഞ്ഞു കിടക്കുന്ന നിലത്ത് ആമിനുമ്മ കാലുകൾ ഉറയ്ക്കാത്തതുപോലെ നാണിച്ചു നിൽക്കുന്നു. പച്ച കാച്ചിമുണ്ടിൻ്റെ അറ്റം കാറ്റിൻ്റെ കൈകൾക്ക് വിട്ടുകൊടുക്കാതെ ഒതുക്കി പിടിച്ചു. അപ്പോൾ ആമിനുമ്മയ്ക്ക് അങ്ങനെ ഖാദർ സാഹിബ് തോളിലോ കൈയിട്ടിരുന്നു സംസാരിക്കുകയായിരുന്നല്ലോ. അത് ഡോക്ടർ അത് കണ്ടുവന്നതിൽ ആമിനുമ്മയ്ക്ക് ചെറിയൊരു നാണം തോന്നി. അപ്പോൾ ഡോക്ടർ മുറിയിൽ കയറാൻ പോവുകയാണോ? അതെ, OP തുടങ്ങാൻ ഇപ്പോൾ തന്നെ വൈകി. എത്രയാ നമ്പർ? ഡോക്ടർ അവരോട് ചോദിക്കുകയാണ്. അപ്പോൾ തലയിലെ വട്ടക്കെട്ട് ഒന്നുകൂടെ അമർത്തി വെച്ച ഖാദർ സാഹിബ് സിമൻ്റ് അടർന്ന ചുമരിൽ ചാരി നിന്നു. ഞങ്ങളുടെ നമ്പറൊന്നും നോക്കണ്ട ഡോക്ടറെ, ഞങ്ങൾക്ക് പോവാൻ തിരക്കൊന്നുമില്ല. എല്ലാവരെയും നോക്കി തീരാറാവുമ്പോഴേക്കും ഞങ്ങളവിടെ എത്താം. ഡോക്ടർ നടന്നു. തിരക്കുള്ളവരെയൊക്കെ നേരത്തെ വിടീൻ, ഞങ്ങൾക്ക് ഇനിയും കുറേ സ്ഥലത്ത് പോവാനുണ്ട്. അപ്പോൾ അവരുടെ ആ പ്രായത്തെ തോൽപ്പിക്കുന്ന ആ സ്നേഹവും പ്രണയവും ജീവിതത്തോടുള്ള അഭിവാഞ്ചി, അതാണ് അവിടെ ഡോക്ടർ എടുത്ത് പറയുന്നത്. ഞങ്ങൾക്ക് ഇനിയും ഒരുപാട് ദൂരം പോവാനുണ്ട്, ഇതിപ്പോഴൊന്നും അവസാനിക്കാറായിട്ടില്ല. അങ്ങനെ തിരക്കുള്ളവർക്ക്, ജീവിതത്തിൽ തിരക്ക് പിടിച്ചവർക്ക്
വേഗം വേഗം ഡോക്ടർ നോക്കി പറഞ്ഞയച്ചോളിൻ. അപ്പം അവർക്കൊക്കെ ജീവിതത്തിൽ ഇത്രയും ആസ്വാദനങ്ങൾ കിട്ടാനായിട്ട് യോഗ്യമില്ലാത്തവരാണ്. ഞങ്ങൾ ഇനിയും ഇവിടുത്തെ ജീവിതം ഒരുപാട് ആസ്വദിക്കാനായിട്ട് ഇരിക്കുന്നവരാണ്. അതുകൊണ്ട് ഞങ്ങൾക്ക് പോകാൻ തിരക്കൊന്നുമില്ല, ഒരുപാട് ദൂരം ഇനിയും യാത്ര ചെയ്യാനുണ്ട് എന്നുള്ള രീതിയിലാണ് ഖാദർ സാഹിബ് പറയുന്നത്. അതായത് ജീവിതത്തിൽ ഒരിക്കലും മടുപ്പ് അനുഭവപ്പെട്ടിട്ടുള്ള ഇനി ഒരുപാട് കാലം ഞങ്ങൾക്ക് ജീവിക്കണം എന്നുള്ള അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള ആഗ്രഹം അത് ആ വാക്കുകളിൽ കൂടെ തുറന്നു പറയും. അപ്പോൾ ഖാദർ സാഹിബും ആമിനുമ്മയും വീണ്ടും കാഴ്ചകളിലേക്ക് മുങ്ങുന്നു. ഖാദർ സാഹിബ് ഒരു രഹസ്യം പോലെ പറഞ്ഞ തമാശയിൽ ആമിനുമ്മയുടെ അലുക്കുത്തുകൾ കുണുങ്ങി ചിരിക്കുന്നു. ഞാൻ നടന്നു വെളിച്ചം നിറഞ്ഞ വരാന്തയിലെ ഇരുൾമൂടിയ മുഖങ്ങളുടെ ഇടയിലേക്ക്. അപ്പോൾ ഇവിടെ ഇത്രയും വലിയ അസുഖങ്ങൾ ഇവർക്ക് രണ്ടാക്കും പിടിപെട്ടെങ്കിലും അവരുടെ മുഖത്തുള്ള ആ പ്രകാശം അതൊരിക്കലും മങ്ങിയിട്ടില്ല എന്ന് ഡോക്ടർ പറയും. പക്ഷേ ഡോക്ടർ അവരുടെ സന്തോഷം കണ്ടതിന് ശേഷം നടന്നു, എന്താ പറഞ്ഞത്, വെളിച്ചം നിറഞ്ഞ വരാന്തയിലെ ഇരുൾമൂടിയ മുഖങ്ങളുടെ ഇടയിലേക്ക്. വരാന്തയിൽ വെളിച്ചമുണ്ട്, പ്രത്യാശയുണ്ട്, പക്ഷേ മറ്റുള്ളവരുടെ മുഖത്തൊക്കെ ഇരുൾ മൂടിയിരിക്കുകയാണ്. കാരണം അവർക്ക് എന്നും ദുഃഖമാണ്. ഒരിക്കലും തിരിച്ചു വരുന്ന പ്രതീക്ഷയില്ലാത്ത കുറേ ആളുകൾ ദുഃഖങ്ങളായിട്ട് ഇരിക്കുന്ന, അസുഖം കാരണം ഇനി എന്തെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്ന കുറേ ആളുകളുടെ ഇടയിലേക്കാണ്, പ്രത്യാശ ഒട്ടുമില്ലാത്ത ആളുകളുടെ ഇടയിലേക്കാണ് ഞാൻ പോകുന്നത്. അപ്പോൾ വരാന്തയിൽ വെളിച്ചമുണ്ട്, പിന്നെ പ്രതീക്ഷ കൊടുക്കാനായിട്ട് ഡോക്ടർക്ക് കഴിയും, പക്ഷേ രോഗികളുടെ അവസ്ഥ പലപ്പോഴും ഇരുൾ മൂടിയതാണ്. അപ്പോൾ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടാണ് ഖാദർ സാഹിബിനെ ആമിനുമ്മേനെയും എടുത്തു കാണിച്ചത്. അപ്പോൾ എപ്പോഴും പ്രത്യാശയുടെ ഒരു നാളം, തളരാത്ത ഒരു നാളം ഉള്ളിലുണ്ടെങ്കിൽ മാത്രമേ തിരിച്ചുവരവ് സാധ്യമാവുകയുള്ളൂ എന്നുള്ളൊരു സൂചനയും കൂടി ഡോക്ടർ അവിടെ തരിക. അപ്പം കീമോതെറാപ്പി വാർഡിലെ ജോലിയും തീർത്ത് മുറിയിൽ ചെന്നിരുന്നപ്പോഴും എൻ്റെ മനസ്സിൽ അതുതന്നെ നിറഞ്ഞു നിന്നു. തോളോട് തോളുരുമ്മി നിന്ന് കോർത്തു പിടിച്ച കൈവിരലുകളോടെ വാർദ്ധക്യത്തിൽ നിന്ന് തിരിച്ചു നടക്കുന്ന മുഖങ്ങൾ. അപ്പോൾ വാർദ്ധക്യമായിട്ടുണ്ടെങ്കിലും അവരുടെ മനസ്സിന് ആശകൾക്കോ ഒന്നും തന്നെ, ചിന്തകൾക്കോ ഒന്നും തന്നെ വാർദ്ധക്യം ബാധിച്ചിട്ടില്ലാത്ത, ഇപ്പോഴും യൗവനം കാത്തു സൂക്ഷിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന രണ്ട് ദമ്പതികൾ. ഒരു കൊല്ലം മുമ്പാണ് ആമിനുമ്മ എൻ്റെ അടുത്ത് എത്തുന്നത്. ഓവറിയിലായിരുന്നു രോഗം. വീർത്തുന്തിയ വയറിനുള്ളിൽ അർബുദത്തിൻ്റെ കോശങ്ങൾ സൃഷ്ടിച്ച വെള്ളം കെട്ടിക്കിടക്കുന്നു. അവരുടെ അടഞ്ഞ കണ്ണുകളിൽ നിന്ന് ഒഴുകിയിറങ്ങുന്ന കണ്ണീര് ഞാൻ കണ്ടു. മുഖത്തേക്ക് വീണു കിടക്കുന്ന തട്ടത്തിൻ്റെ അറ്റത്ത് നനവിൻ്റെ സിരകളോടുന്നു. ആമിനുമ്മയെ പരിശോധിച്ചു കഴിഞ്ഞപ്പോൾ നെഞ്ചിലെവിടെയോ ഒരു മഞ്ഞുകട്ടയുടെ ഭാരവും ശൈത്യവും ഞാൻ അറിഞ്ഞു. ഏറെയൊന്നും പ്രതീക്ഷിക്കാനില്ലാത്ത അവസ്ഥ. രോഗത്തിൻ്റെ കരുത്തും പ്രായത്തിൻ്റെ തളർച്ചയും ഒന്നിച്ചു നിന്ന് എന്നെ നോക്കി പരിഹസിക്കുന്നു. അപ്പോൾ ഡോക്ടറുടെ അനുഭവം പറയാണ്, ഇതുപോലുള്ള എത്രയോ ആളുകളുടെ മുഖങ്ങളും അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ട്. അപ്പം അതിൽ ഒരാളെ ഇങ്ങനെ തിരിച്ചു വന്ന, അതും സന്തോഷത്തോടു കൂടി പിന്നെ ജീവിക്കുന്ന ഒരാളെയാണ് നമ്മളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നത്. അപ്പോൾ അതിനെക്കുറിച്ച് ഡോക്ടർ പറഞ്ഞത്, പിന്നെ ആമിനുമ്മയെ പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ ഡോക്ടർ തന്നെ ആകെ മഞ്ഞ് വീണതുപോലെയായി, പ്രതീക്ഷിക്കാൻ വകയില്ലാത്ത ഒരു രീതിയിലാണ് ഡോക്ടറുടെ അവസ്ഥ എന്ന് ആമിനുമ്മയുടെ അവസ്ഥ എന്ന് പറയും. അപ്പോൾ രോഗത്തിൻ്റെ കരുത്തും പ്രായത്തിൻ്റെ തളർച്ചയും ഒന്നിച്ച് ഡോക്ടറെ നോക്കി പരിഹസിച്ചു എന്നാണ് പറയുന്നത്. അതായത് രോഗം അതിൻ്റെ ഏറ്റവും മൂർധന്യത്തിൽ എത്തിയിട്ടുണ്ട്, പ്രായവും അതേപോലെ തന്നെയാണ്. അപ്പോൾ ഇത് രണ്ടും കൂടി എങ്ങനെ യോജിപ്പിച്ച് പോകും, എങ്ങനെയാണ് ഇവരെ ഈ അസുഖത്തിൽ നിന്ന് കരകയറ്റാനാവുക, അത് തനിക്ക് പ്രതീക്ഷിക്കുന്നതിൻ്റെ അപ്പുറമാണ് എന്ന് ഡോക്ടർക്ക് ഇങ്ങനെ തോന്നുക. 6ഉം 7ഉം മടക്കുകളുള്ള കടലാസു കഷ്ണങ്ങൾ ഖാദർ സാഹിബ് എൻ്റെ മുന്നിൽ നിരത്തി വെച്ചു. ഇതൊക്കെ ഇവിടെ കൊണ്ടുവന്ന് കാണിക്കണമെന്ന് പറഞ്ഞായിരുന്നു മുമ്പേ കണ്ട ഡോക്ടർമാർ. അടുത്ത വരിയായി നടുവൊടിഞ്ഞു കിടക്കുന്ന കടലാസു തുണ്ടുകളിലേക്ക് ഞാൻ നോക്കിയില്ല. അവർക്ക് എന്നോടൊന്നും പറയാനില്ല. ഇരിക്കാൻ പറഞ്ഞിട്ടും ഇരിക്കാതെ ഖാദർ സാഹിബ് എന്നെ തന്നെ നോക്കി നിന്നു. ശരിക്കും എന്താ സൂക്കടെന്ന് ഇവിടുന്നാണ് തീരുമാനിക്കേണ്ടതെന്ന് പറഞ്ഞു. അപ്പോൾ അതാണ് കാര്യം. മുമ്പ് കുറേ ആശുപത്രികളിലൊക്കെ പോയി അവിടുത്തെ പരിശോധനാ റിപ്പോർട്ടുകളൊക്കെ ആയിട്ട് നേരെ ഗംഗാധരൻ സാറിൻ്റെ അടുത്തേക്ക് വിട്ടിരിക്കുക. അപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് ഇതുവരെ ആരും അവരോട് അസുഖം എന്താണെന്ന് കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇവിടുന്നാണ് ശരിക്ക് പറയുള്ളൂ എന്നാണ് മറ്റു ഡോക്ടർമാരെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്താണ് ശരിക്കും അസുഖം എന്ന് ഖാദർ സാഹിബ് ചോദിക്കും. അപ്പോൾ അവർ തന്ന കടലാസുകളൊന്നും തന്നെ
ഡോക്ടർക്ക് നോക്കേണ്ടതായിട്ട് ഇല്ല. ഡോക്ടർക്ക് അതിന് മുമ്പേ കാര്യം എന്താണെന്ന് മനസ്സിലായി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഡോക്ടർ പതുക്കെ ഒന്ന് മുഖം ഉയർത്തി, ഒരു ടെസ്റ്റ് കൂടെ ചെയ്യാനുണ്ട്, 2 ദിവസം കഴിഞ്ഞിട്ട് റിസൾട്ട് കിട്ടുള്ളൂ, എന്തായാലും അഡ്മിറ്റ് ആവണം. അതിന് കരുതിയിട്ട് തന്നെയാണ് വന്നിരിക്കുന്നത്. മോൻ വന്നിട്ടുണ്ട് കൂടെ, അവൻ നിന്നോളും ഇവിടെ, പരിശോധനയുടെ കാര്യം അറിയണ ദിവസത്തേക്ക് ഞാൻ വരാം. ഖാദർ സാഹിബ് അന്നു തന്നെ തിരിച്ചുപോയി. അപ്പോൾ അവർ മകൻ ഏകദേശം മറ്റു ഡോക്ടർമാർ പറഞ്ഞിട്ട് അസുഖം എന്താണെന്ന് അറിഞ്ഞ് അതിൻ്റെ തീവ്രത എത്രത്തോളാണെന്ന് അറിഞ്ഞിട്ടൊക്കെ ആയിരിക്കണം ഇങ്ങോട്ട് പോന്നിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഏതായാലും അഡ്മിറ്റിന് തയ്യാറായി വന്നിരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ട് അവിടെ അഡ്മിറ്റാക്കി ഖാദർ സാഹിബ് വന്ന് തിരിച്ചു പോന്നു. കൂടുതൽ പരിശോധനകൾ ഇല്ലാതെ തന്നെ രോഗം ഇപ്പോഴേ ഉറപ്പിക്കാം. എങ്കിലും കീമോതെറാപ്പി തുടങ്ങും മുമ്പേ ബയോപ്സി ചെയ്യാതെ വയ്യ. വേറെ ഏത് പരിശോധനയും രോഗം ആവർത്തിച്ചുറപ്പിച്ചാലും ബയോപ്സിയുടെ ഫലമറിയാതെ ഒരു രോഗിക്കും ക്യാൻസറിനെതിരെയുള്ള മരുന്നുകൾ കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു ഡോക്ടർ എന്നുള്ള നിലയിൽ അദ്ദേഹത്തിൻ്റെ സത്യസന്ധമായിട്ടുള്ള കാര്യം തുറന്നു പറയണം. ഇപ്പോൾ രോഗം എന്താണെന്ന് കൃത്യമായി ഒറ്റനോട്ടത്തിൽ മനസ്സിലായെങ്കിലും ബയോപ്സി ക്യാൻസറിൻ്റെ ടെസ്റ്റ് കഴിഞ്ഞ് റിസൾട്ട് വന്ന് അത് ഉറപ്പിച്ചതിന് ശേഷം മാത്രമേ തുടർ ചികിത്സ നടത്താവൂ. ആമിനമ്മയുടെ വയറ്റിൽ കെട്ടിക്കിടക്കുന്ന ഫ്ലൂയിഡിൽ നിന്ന് സ്വല്പം ബയോപ്സിക്ക് വേണ്ടി എടുത്തു. ഫലം വന്നപ്പോൾ പ്രതീക്ഷിച്ചു തന്നെ വളരെയധികം മൂർച്ഛിച്ച ഓവേറിയൻ ക്യാൻസർ. അപ്പം അന്ന് OP നടക്കുന്നതിനിടയിലാണ് ബയോപ്സിയുടെ റിസൾട്ട് എൻ്റെ കയ്യിൽ കിട്ടുന്നത് എന്ന് ഡോക്ടർ പറയും. അപ്പോൾ റിസൾട്ട് വേഗത്തിൽ ഓടിച്ചു നോക്കി ഫയലിനുള്ളിലേക്ക് വെച്ചു. OP തീരാൻ പിന്നെയും ഏറെ സമയമെടുത്തു. അവസാനത്തെ ഫയലും മടക്കി ഞാൻ എണീറ്റപ്പോഴാണ് വാതിലിൽ വളരെ പതുക്കെ ഒരു മുട്ടു കേട്ടത്. ഫയലുകൾ പെറുക്കിയിരുന്ന നേഴ്സുമാർ തിരിഞ്ഞു നോക്കും മുമ്പേ ഞാൻ ചെന്ന വാതിൽ തുറന്നു. ഖാദർ സാഹിബ് വാതിൽക്കൽ തന്നെ നിൽക്കുന്നു. അപ്പോൾ അവസാനത്തെ ആളും പോയി കഴിഞ്ഞതിന് ശേഷമാണ് എന്താണ് അസുഖം, എന്താണ് ഡോക്ടർ പറയുന്നത് എന്ന് കേൾക്കാനായിട്ട് ഖാദർ സാഹിബ് വരുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് അസുഖം എന്താണെന്ന് ഇതുവരെ മനസ്സിലായിട്ടില്ല. ഡോക്ടർക്ക് മുമ്പേ കാര്യം അറിയുമായിരുന്നു എന്നുള്ളതുകൊണ്ട് ഡോക്ടർ അവരെ വിളിച്ച് കാര്യം പറയാതെ ആ ഫയല് അതേപോലെ അവിടെ മടക്കി വെക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോഴേ ഖാദർ സാഹിബ് കടന്നു വന്ന ഡോക്ടറുടെ അടുത്ത് ചോദിച്ചു, ഇന്ന് അറിയാമെന്നല്ലേ ഡോക്ടർ പറഞ്ഞത്, കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലേ എന്നുള്ള ചോദ്യമാണ് ഖാദർ സാഹിബിൽ നിന്നുണ്ടായത്. അപ്പോൾ ഏതൊരാളും ഖാദർ സാഹിബ് എന്നല്ല ആരാണെങ്കിലും കേൾക്കാൻ ആഗ്രഹിക്കുന്ന മറുപടി എന്താണ്, ഇല്ല കുഴപ്പമൊന്നുമില്ല എന്നാണ്. ആ ആഗ്രഹത്തിൽ തന്നെയാണ് ഖാദർ സാഹിബും അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചത്. കേൾക്കാൻ ആഗ്രഹിക്കുന്ന മറുപടിയുടെ സൂചനകളാണ് ഖാദർ സാഹിബ് ചോദ്യത്തിൽ കോർത്തിട്ടിരിക്കുന്നത്. അപ്പം ഞാൻ വരാന്തയിലേക്ക് ഇറങ്ങി നിന്നു. ഒഴിഞ്ഞു കിടക്കുന്ന കസേരകളുടെ നീണ്ട നിര അസ്വസ്ഥമായ ഒരു കാഴ്ച പോലെ എനിക്ക് തോന്നി. വരാന്തയിൽ വിളക്കുകൾ അണയാൻ തുടങ്ങിയിരിക്കുന്നു. കുറച്ചു മുമ്പ് വരെ ജീവനുള്ള വലിയൊരു ദേഹം പോലെ തോന്നിച്ച വരാന്ത ആരോ വലിച്ചെറിഞ്ഞ ഒരു ശവത്തുണി പോലെ ചലനമറ്റു കിടക്കുന്നു. നേഴ്സുമാർ പോകാൻ തയ്യാറായി നിൽക്കുകയാണ്. രാത്രിയുടെ മാറാപ്പിലേക്ക് ഒരു ദിവസം കൂടി ഒടുങ്ങുന്നു. ഞാൻ ഖാദർ സാഹിബിനെ നോക്കി. ചുണ്ടുകളിൽ ഒരു പ്രാർത്ഥനയുടെ വിതുമ്പലുണ്ട്. ഖാദർ സാഹിബിൻ്റെ വലം കൈയിൽ ഞാൻ പതുക്കെ പിടിച്ചു. ക്യാൻസർ ആണെന്ന് തന്നെയാണ്, അത്രയാണ് ഡോക്ടർ പറഞ്ഞോളൂ. അപ്പോൾ ഡോക്ടർ നിൽക്കുന്ന വരാന്തയെക്കുറിച്ചും അവിടുത്തെ കാഴ്ചകളെക്കുറിച്ചൊക്കെ മനസ്സിൻ്റെ പ്രത്യേകത വെച്ചിട്ടാണ് ഡോക്ടർ വിവരിച്ചത്. കാരണം അതുവരെ ജീവൻ ഉണ്ടായിരുന്നു. പക്ഷേ ഖാദർ സാഹിബ് ഇങ്ങനെ ഒരു ചോദ്യം ചോദിച്ചപ്പോൾ ഡോക്ടറുടെ മനസ്സിൽ ആകെ ജീവനില്ലാതായ പോലത്തെ ഒരു അവസ്ഥയാണ്. എങ്ങനെയാണ് ഇത് പറഞ്ഞ് ഒപ്പിക്കേണ്ടത് എന്നുള്ള ആ ഒരു പേടി ഖാദർ സാഹിബിനും ഇത്രയും പ്രായമായ ആളാണല്ലോ. അപ്പോൾ എങ്ങനെയാണ് ഇവരോട് ഇത് പറയുക എന്നുള്ളൊരു പേടി ഡോക്ടർക്കും ഉണ്ട്. അപ്പോൾ ഡോക്ടർ മെല്ലെ അങ്ങനെ പറഞ്ഞു, ക്യാൻസർ ആണെന്ന് തന്നെയാണ്. അപ്പോൾ എനിക്ക് പറഞ്ഞു മുഴുപ്പിക്കാനാവും മുമ്പേ ഖാദർ സാഹിബ് എൻ്റെ തോളിൽ അമർത്തിപ്പിടിച്ചു. പ്രാർത്ഥന മിടിച്ചു നിന്ന ചുണ്ടുകൾ പൊടുന്നനെ നിശ്ചലമായി. കൃഷ്ണമണികൾ മറഞ്ഞുപോയ കണ്ണുകളിലെ പേടിപ്പിക്കുന്ന വെളുപ്പ് എന്നെ തുറച്ചു നോക്കി. എൻ്റെ തോളിൽ ഇരുന്ന കൈകൾ നെഞ്ചിലൂടെ ഉരസി ഇറങ്ങി. 55 55 നീട്ടി വലിക്കുന്ന ശ്വാസത്തിനിടയിലും അടഞ്ഞ തൊണ്ടയിൽ നിന്ന് അതുമാത്രം ഞാൻ അവ്യക്തമായി കേട്ടു. അപ്പോൾ എന്താ ഉണ്ടായത്, ഡോക്ടർ ഇത് പറഞ്ഞതോട് കൂടിയിട്ട് നമ്മളുടെ ഖാദർ സാഹിബിൻ്റെ ബോധം മുഴുവനും പോയി. അപ്പോൾ 55 55 എന്നുള്ള എന്തോ പറയാനായിട്ട് ഖാദർ സാഹിബ് തുടങ്ങുന്നുണ്ട്. പക്ഷെ അതിൻ്റെ മുമ്പ് തന്നെ അദ്ദേഹത്തിൻ്റെ ബോധം പോയി ഡോക്ടറുടെ തോളിലേക്ക് വീഴാൻ. കരുത്തില്ലാത്ത ഒരു രോദനം ഒടുങ്ങും പോലെ ഖാദർ സാഹിബ് എൻ്റെ കാൽക്കൽ കുഴഞ്ഞു വീണു. ഞാൻ പെട്ടെന്ന് കുനിഞ്ഞിരുന്ന ഖാദർ സാഹിബിനെ താങ്ങിയെടുത്ത്. വിറയ്ക്കുന്ന ചുണ്ടുകൾ അപ്പോഴും എന്തോ പറയാൻ ശ്രമിക്കുന്നു. ഇല്ലിക്കൂട്ടിൽ കാറ്റു പിടയ്ക്കുന്നത് പോലുള്ള ശബ്ദം മാത്രം ഓർമ്മിപ്പിക്കുന്ന ജീവനോടെ ഖാദർ സാഹിബ് എൻ്റെ കൈത്തണ്ടയിൽ അനക്കമറ്റ് കിടന്നു.
നേഴ്സുമാർ സ്ട്രെച്ചറുമായി ഓടി വന്നു. ഖാദർ സാഹിബിനെ പെട്ടെന്ന് തന്നെ കാഷ്വാലിറ്റിയിലേക്ക് കൊണ്ടുപോയി പരിശോധിച്ചപ്പോൾ ഞാൻ ദുഃഖത്തോടെ അറിഞ്ഞു കനത്ത ഹൃദയാഘാതം. ഉടൻ ഇൻറ്റൻസീവ് കെയർ യൂണിറ്റിലേക്ക് മാറ്റി. അപ്പോൾ ഒരാൾക്ക് ക്യാൻസർ ആണെന്ന് അറിഞ്ഞപ്പോഴാണ് മറ്റേ ആളെ പരിശോധിക്കാൻ തന്നെ കാരണം. ക്യാൻസർ ആണെന്ന് അറിഞ്ഞ് ബോധം കെട്ട് വീണതുകൊണ്ടാണ്. അപ്പം അങ്ങനെ പരിശോധിച്ച് നോക്കിയപ്പോഴാണെങ്കിലും ഖാദർ സാഹിബിന് ഹൃദ്രോഗം മൂർച്ഛിച്ചിരിക്കുന്നു. അങ്ങനെ ICUയിലേക്ക് ഖാദർ സാഹിബിനെ മാറ്റും. അപ്പോൾ മറഞ്ഞുപോയ ബോധത്തിലും എന്തോ പറയാൻ ശ്രമിക്കുന്ന ഖാദർ സാഹിബിൻ്റെ അടുത്ത് ഞാൻ നിന്നു. കാർഡിയോളജിസ്റ്റെ പരിശോധിക്കുകയായിരുന്നു. പുറത്തേക്ക് ഇറങ്ങിയ കാർഡിയോളജിസ്റ്റിൻ്റെ കൂടെ ഞാൻ മെല്ലെ നടന്നു. വളരെ സീരിയസ് ആണ്. ഈ പേഷ്യൻറ്റിൻ്റെ വൈഫ് ഇവിടെ അഡ്മിറ്റാണെന്ന് കേട്ടു. അവർക്ക് എങ്ങനെയുണ്ട്? അപ്പോൾ ഖാദർ സാഹിബ് ബോധം കെട്ട് വീണതുകൊണ്ടാണ് അവർ അവിടെ അഡ്മിറ്റ് ചെയ്തത്. നോക്കുമ്പോൾ ഇദ്ദേഹത്തിന് ഹൃദ്രോഗം മൂർച്ഛിച്ച് വളരെ സീരിയസ് ആയിട്ടുള്ള അവസ്ഥയിലാണ് എന്നാണ് കാർഡിയോളജിസ്റ്റ്, ഹൃദ്രോഗ വിദഗ്ധനായിട്ടുള്ള ഡോക്ടർ പറയുന്നത്. അപ്പോൾ ഇനി വൈഫ് ഇവിടെ അഡ്മിറ്റ് ആണെന്ന് പറഞ്ഞ് വൈഫിന് എങ്ങനെയുണ്ട് എന്ന് നമ്മളുടെ ഡോക്ടറോട് ചോദിക്കാം. അപ്പോൾ ഡോക്ടർ ഒന്നും പറയുന്നില്ല. ഞാനൊന്നും പറയാതെ ഡോക്ടറെ വെറുതെ നോക്കി. എൻ്റെ നോട്ടത്തിൻ്റെ മറുപടി കേട്ടിട്ടാകാം അദ്ദേഹം വേഗത്തിൽ നടന്നുപോയി. വെളിച്ചം കുറഞ്ഞ ഇടനാഴിയിൽ ഞാൻ ഒറ്റപ്പെട്ടു നിന്നു, ജീവിതങ്ങൾ ഒടുങ്ങുന്ന വഴിയുടെ അറ്റത്തെന്ന പോലെ. കാരണം 2 ജീവിതങ്ങൾ എപ്പോൾ ഒടുങ്ങും എന്നുള്ള രീതിയിലാണ് നിൽക്കുന്നത്. അപ്പോൾ വല്ലാത്തൊരവസ്ഥയിൽ ജീവിതത്തിൻ്റെ അവസാനം പോലെ എങ്ങനെ ഡോക്ടർക്ക് തോന്നുന്നു. അപ്പോൾ ഖാദർ സാഹിബ് 6 ദിവസം ICUയിൽ ബോധമില്ലാതെ കിടന്നു. ഏതു നിമിഷവും കൈവിട്ടു പോകാനാവുന്ന പ്രാണനെ കുഴലുകൾക്കും യന്ത്രങ്ങൾക്കും വിട്ടുകൊടുത്തു. ആമിനുമ്മയ്ക്ക് കീമോതെറാപ്പി തുടങ്ങിയിരുന്നു. എല്ലാ ദിവസവും മുറിയിൽ ചെല്ലുമ്പോൾ ആമിനുമ്മ പറയും, എനിക്കിപ്പോൾ ഇത്തിരി സുഖമൊക്കെ തോന്നുന്നുണ്ട് ഡോക്ടറെ. 2 ദിവസം കഴിഞ്ഞിട്ട് വരാമെന്ന് പറഞ്ഞു പോയ ആളെ കാണാത്തതിലുള്ള ബേജാറേ ഉള്ളൂ. ഇപ്പോൾ ഡോക്ടറെ കാണാൻ വരിക വല്ലതും ഉണ്ടായോ? ആമിനുമ്മയുടെ ചോദ്യമാണ്. അപ്പോൾ ഖാദർ സാഹിബ് 6 ദിവസം ബോധമില്ലാതെ ICUയിൽ കിടന്നു. അങ്ങനെ ജീവൻ കിട്ടുമല്ലേ എന്ന് അറിയാതെ. അപ്പോൾ ഈ സമയത്തേക്ക് ആമിനുമ്മയ്ക്ക് കീമോതെറാപ്പിക്ക് തുടങ്ങിയപ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ട് ഞാൻ വരാം, മകനെ ഇവിടെ നിർത്തിയിട്ടാണല്ലോ പോയിട്ടുണ്ടായിരുന്നു. വന്നു കഴിഞ്ഞപ്പോൾ നേരെ ഡോക്ടറെ അടുത്ത് വന്നിട്ട് റിസൾട്ടിൻ്റെ കാര്യം ചോദിക്കുക ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആമിനുമ്മയെ കാണാൻ പിന്നെ സമയം ഉണ്ടായില്ല. അപ്പോൾ അദ്ദേഹത്തെ കാണാഞ്ഞിട്ടുള്ള ബേജാറ് മാത്രമേ എനിക്കിപ്പോൾ ഉള്ളൂ, അല്ലാണ്ട് എനിക്ക് സുഖമൊക്കെ തോന്നുന്നുണ്ട് എന്നാണ് ഡോക്ടർ ആമിനുമ്മയോട് പറയുന്നത്. ഞാനൊന്നും മിണ്ടാതെ ആമിനുമ്മയുടെ മകനെ ഒന്ന് പാളി നോക്കും. ആരുടെയും നോട്ടം നേരിടാനാവാതെ അയാൾ തലകുനിച്ചു നിന്നു. ആമിനുമ്മയുടെ മുറിയിൽ നിന്ന് ഇറങ്ങിയ ഉടനെ ഞാൻ എല്ലാ ദിവസവും ICUവിൽ ചെല്ലും. പറയാനെന്തോ ബാക്കി വെച്ച ഓർമ്മ ഖാദർ സാഹിബിൻ്റെ ചുണ്ടുകളിൽ അപ്പോഴും തുടിക്കുന്നുണ്ട്. 7ാമത്തെ ദിവസം ഞാൻ ICUവിലേക്ക് കടക്കും മുമ്പേ നേഴ്സുമാർ സന്തോഷത്തോടെ ഓടി വന്നു. ഖാദർ സാഹിബിന് ബോധം വന്നു. ഡോക്ടറെ അന്വേഷിച്ചു. ഞങ്ങൾ അങ്ങോട്ട് വിളിക്കാൻ നിൽക്കുകയായിരുന്നു. അപ്പോൾ ദിവസേന ഇങ്ങനത്തെ ഒരവസ്ഥയായതുകൊണ്ട് ഡോക്ടർ ഖാദർ സാഹിബിനെയും കൂടി അന്വേഷിച്ച് ചെല്ലാറുണ്ട്. അപ്പോൾ ഖാദർ സാഹിബിന് ഇന്ന് ബോധം വന്നണു എന്നാണ് ഇന്ന് ചെന്നപ്പോൾ നേഴ്സുമാരുടെ സന്തോഷ വാർത്ത. ഞാൻ വേഗത്തിൽ ചെന്നു. എന്നെ കണ്ടപ്പോൾ ഏറെ കാലമായി കാത്തിരുന്ന ഒരാളെ കണ്ടതുപോലെ ഖാദർ സാഹിബ് ചിരിച്ചു. എൻ്റെ കൈ പിടിച്ച് നെഞ്ചിൽ വെച്ചു. 55 കൊല്ലമായി ഡോക്ടർ ഞങ്ങൾ ഒന്നിച്ചു ജീവിക്കാൻ തുടങ്ങിയിട്ട്. അവളില്ലാണ്ട് ഇനിയൊരു ജീവിതമില്ല. പോവുകയാണെങ്കിൽ 2 പേരും ഒന്നിച്ചേ ഉള്ളൂ. അതാണ് ഖാദർ സാഹിബിന് പറയാനുണ്ടായിരുന്നു. അപ്പം 55 എന്ന് പറഞ്ഞ് നിർത്തിയത് അതാണ്. അപ്പം 55 കൊല്ലമായി ഒന്നിച്ച് ജീവിക്കാൻ തുടങ്ങിയിട്ട് ഇനിയിപ്പോൾ അവളില്ലാണ്ട് എനിക്ക് ജീവിക്കാനായിട്ട് പറ്റില്ല, പോവുകയാണെങ്കിൽ ഒന്നിച്ച് പോവാം. അപ്പോൾ ഈശ്വരനും ചിലപ്പോൾ ആ ഒരു രീതിയിലായിരിക്കണം 2 പേർക്കും ഇങ്ങനെ അസുഖം കൊടുത്തത് അല്ലേ. അപ്പോൾ ഏതായാലും അതായിരുന്നു ഖാദർ സാഹിബിന് പറയാനുണ്ടായിരുന്നു. ബോധത്തിൻ്റെ ഒരറ്റത്ത് വെച്ച് നഷ്ടപ്പെട്ടതായിരുന്നു ആ വാക്കുകൾ. മറുകര തുഴഞ്ഞെത്തിയപ്പോഴും അത് കൈമോശം വരാതെ കാക്കാൻ കഴിഞ്ഞതിൻ്റെ ആശ്വാസമായിരുന്നു ഖാദർ സാഹിബിൻ്റെ മുഖത്ത്. അപ്പം അത് ബോധം പോയപ്പോൾ പറഞ്ഞു നിർത്തിയത് അങ്ങനെ നിന്നു. പക്ഷെ ബോധം വന്നപ്പോൾ വീണ്ടും അദ്ദേഹം ഓർത്തെടുത്തത് ഇത് തന്നെയായിരുന്നു. കൃഷ്ണമണികൾ തിരിച്ചു വന്ന ഖാദർ സാഹിബിൻ്റെ കണ്ണുകളിൽ നോക്കി ഞാൻ ചിരിച്ചു. ഒന്നും ഓർക്കണ്ട, സൂക്കേടൊക്കെ മാറി വീട്ടിൽ പോണത് മാത്രം ഓർത്താൽ മതി. ഞാനിവിടെ ഇങ്ങനെ കിടക്കുകയെന്ന് അവൾ അറിയണ്ട ഡോക്ടറും പറഞ്ഞിട്ടില്ല, മോന് മാത്രമേ അറിയൂ. അത് മതി. നെഞ്ചിലിരിക്കുന്ന എൻ്റെ കൈ ഖാദർ സാഹിബ് ഒരിക്കൽ കൂടി അമർത്തി. എൻ്റെ ഉള്ളം കൈയിൽ തുടിക്കുന്ന പ്രാണൻ്റെ ഭാഷ എനിക്ക് മനസ്സിലായി. അപ്പോൾ അപ്പോഴും ഞാനിങ്ങനെ ബുദ്ധിമുട്ടി കിടക്കുകയാണെന്ന് അവളെ അറിയിക്കണ്ട എന്ന് പറഞ്ഞിട്ട് ഭാര്യയ്ക്ക് സമാധാനം കൊടുക്കുന്ന സ്നേഹനിധിയായിട്ടുള്ള ഭർത്താവ്. അതേപോലെ
അയാളുടെ തിരിച്ചു വരാനുള്ള ആഗ്രഹം, ജീവിതത്തിൽ രണ്ടുപേർക്കും കൂടി ഇനിയും ഒരുപാട് ജീവിച്ചു തീർക്കാനുള്ള ആഗ്രഹം, അത് ഖാദർ സാഹിബിന് ഡോക്ടർക്ക് മനസ്സിലായി എന്ന് പറയും. കുറച്ച് ദിവസം കൂടി ഖാദർ സാഹിബ് ICUവിൽ കിടന്നു. മുറിയിലേക്ക് മാറ്റിയപ്പോൾ കാർഡിയോളജിസ്റ്റ് പറഞ്ഞു, ഇനി പേടിക്കാനൊന്നുമില്ല, ട്രമൻഡസ് റിക്കവറി. പിറ്റേ ദിവസം ആമിനുമ്മയുടെ മുറിയിലേക്ക് ചെന്ന് ഞാൻ വാതിൽക്കൽ തന്നെ നിന്നു. ഞാൻ ഒരാളെ പിടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. എൻ്റെ പുറകിൽ നിന്ന് മുറിയിലേക്ക് കടന്ന ഖാദർ സാഹിബിനെ കണ്ട ആമിനുമ്മ പെട്ടെന്ന് പൊട്ടിക്കരഞ്ഞു. എന്നെ ഇവിടെ കൊണ്ടാക്കിയിട്ട് ഇത്രയും ദിവസം ഒന്ന് തിരിഞ്ഞു നോക്കിയില്ലല്ലോ. ആമിനുമ്മ തേങ്ങി തേങ്ങി കരഞ്ഞു. ഖാദർ സാഹിബ് ചിരിച്ചുകൊണ്ട് ആമിനുമ്മയുടെ അടുത്തിരുന്നു. നിനക്ക് പ്രത്യേകിച്ച് സൂക്കേടൊന്നും ഇല്ലയെന്ന് ഡോക്ടർ പറഞ്ഞുകൊണ്ടല്ലേ ഞാൻ വേറൊരാവശ്യത്തിന് പോയത്. അപ്പോൾ അതാണ് ഇത്രയും ദിവസം കാണാത്തത്, ഇദ്ദേഹം വരാത്തത് കൊണ്ടാണ് എന്ന് വിചാരിച്ചിട്ട് ആമിനുമ്മയ്ക്ക് സങ്കടം വന്നങ്ങട് കരയാൻ തുടങ്ങി. അപ്പോൾ ഖാദർ സാഹിബ് എന്നിട്ടും ഇതൊന്നും അറിയിച്ചില്ല. നിനക്ക് അസുഖമൊന്നുമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വേറൊരാവശ്യത്തിന് പോയി എന്ന് മാത്രമാണ് പറഞ്ഞത്. ആമിനുമ്മ ഖാദർ സാഹിബിൻ്റെ തോളിലേക്ക് ചാഞ്ഞു. സങ്കടങ്ങളൊക്കെ ഇറക്കി വയ്ക്കും പോലെ ഖാദർ സാഹിബ് അവരുടെ പുറത്ത് ഇടറുന്ന വിരലുകൾ കൊണ്ട് പതുക്കെ തലോടി. ആ സ്വാന്തനമാവാം ആമിനുമ്മയെ ജീവിതത്തിലേക്ക് കൈപിടിച്ചു നടത്തിയത്. എൻ്റെ നേർത്ത പ്രതീക്ഷകൾ സത്യമായി. അവസാനത്തെ കീമോതെറാപ്പിയും കഴിഞ്ഞു പോകുമ്പോൾ ഖാദർ സാഹിബ് പറഞ്ഞു, എല്ലാവർക്കും ആശുപത്രിയിൽ വരണത് ഓർക്കുമ്പോഴാണ് സങ്കടം, ഞങ്ങൾക്ക് ഇവിടുന്ന് പോണത് ഓർക്കുമ്പോഴാണ് വിഷം. അപ്പോൾ ഒരിക്കലും തിരിച്ചു കിട്ടില്ല എന്ന് വിചാരിച്ച 2 ജീവിതങ്ങളും അവരുടെ സ്നേഹം കൊണ്ട് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു എന്ന് ഡോക്ടർ പറയാം. അപ്പോൾ ഖാദർ സാഹിബ് പറയാണ്, എല്ലാവർക്കും ആശുപത്രിയിലേക്ക് വരുന്നത് ഓർക്കുമ്പോഴാണ് സങ്കടം, പക്ഷെ ഞങ്ങൾക്ക് ഇവിടുന്ന് പോകുമ്പോഴാണ് വിഷമം. കാരണം ജീവിതത്തിൽ ഒരിക്കലും തിരിച്ചു കിട്ടില്ല എന്ന് വിചാരിച്ച 2 പേരുടെയും ജീവിതം അവിടുന്ന് തിരിച്ചു കിട്ടിയതിലുള്ള ആ സന്തോഷം. അപ്പോൾ ആമിനുമ്മയുടെ ഊഴം എപ്പോഴോ കഴിഞ്ഞു പോയി. നേഴ്സ് 1-2 പ്രാവശ്യം പുറത്തു പോയി അവരുടെ പേര് ഉറക്കെ വിളിച്ചു. നേഴ്സ് തിരിച്ചു വന്ന് ഫയലുകൾ എടുത്തു മാറ്റിവെച്ചു. നേരത്തെ ഇത് ഫ്ലാഷ് ബാക്ക് പോലെയാണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. എന്തുകൊണ്ട് ആമിനുമ്മയും ഖാദർ സാഹിബും എന്നുള്ള ആ കാര്യം നമ്മളോട് ഇങ്ങനെ പറഞ്ഞു തന്നതാണ്. ഇപ്പോൾ നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നു ആമിനുമ്മയും ഖാദർ സാഹിബും അവിടെ കായൽ കാഴ്ചകളൊക്കെ കാണാതിരിക്കുകയാണ് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഇവിടെ അവരുടെ നമ്പർ എത്തിയപ്പോൾ നേഴ്സ് പേരൊക്കെ വിളിച്ച് ആളെ കാണാനില്ല എന്ന് കണ്ടപ്പോൾ ഫയൽ അവിടെ മാറ്റി വയ്ക്കുകയാണ്. എന്നിട്ട് നേഴ്സ് ഇങ്ങനെ പറഞ്ഞു, ആമിനുമ്മ വന്നിട്ടില്ല എന്ന് തോന്നുന്നു. ഞാൻ നേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ഫയൽ വാങ്ങി മേശപ്പുറത്ത് തന്നെ വെച്ചു. ആൾ വന്നിട്ടുണ്ട്, ഞാൻ കണ്ടതാണ്, എപ്പോഴെങ്കിലും എത്തിക്കോളും. അവസാനത്തെ ആളും പോയതിന് ശേഷമാണ് ഖാദർ സാഹിബും ആമിനുമ്മയും വന്നത്. അപ്പം ഞങ്ങൾ കാലത്ത് നേരത്തെ എത്തിയതാണ് ഡോക്ടറെ. എല്ലായിടത്തും പോയി, പള്ളിയിലും അമ്പലത്തിലും ഒക്കെ പോയി പ്രാർത്ഥിച്ചു. ആശുപത്രിക്കകത്ത് പള്ളിയും അമ്പലവും ഒക്കെ ഉണ്ടാക്കിയത് ഏതായാലും നന്നായി. പിന്നെ വാർഡുകളിൽ പോയി സിസ്റ്റർമാരെ കണ്ട് വിശേഷം പറഞ്ഞു. പരിചയക്കാർ നിരവധി ഉണ്ടല്ലോ അവിടെയും. ഞാൻ കസേരയിലേക്ക് ചാഞ്ഞിരുന്ന നേർത്ത ചിരിയോടെ എല്ലാം കേട്ടു. സ്വന്തം തറവാട്ടിലേക്ക് തിരിച്ചെത്തിയ ഭാവമാണ് 2 പേരുടെയും മുഖത്ത്. പ്രായമുള്ള 2 ചെറുപ്പക്കാർ എൻ്റെ മുമ്പിൽ ചുറുചുറുക്കോടെ ഇരിക്കുന്നു. ഇതാണ് അവസ്ഥ. അപ്പം ആശുപത്രിയിൽ വന്ന് ആശുപത്രിയിലുള്ള എല്ലാവരെയും കണ്ട കുശലാന്വേഷണങ്ങളൊക്കെ നടത്തി എന്നിട്ടാണ് ഡോക്ടറെ കാണാനായിട്ട് വരുന്നത്. ഇനി അപ്പോഴും അവരെക്കുറിച്ച് പറഞ്ഞ പ്രായമുള്ള 2 യുവാക്കളാണ് ഡോക്ടറുടെ മുമ്പിൽ ഇരിക്കുന്നത്. അപ്പോൾ ഒരു സംശയം ഉണ്ടായിരുന്നു ഡോക്ടറെ, ഈ എല്ലാ മാസമുള്ള ചെക്കപ്പ് ഇനി കുറേ കഴിഞ്ഞാൽ വല്ലപ്പോഴൊക്കെ ആയിരിക്കുന്നു കേട്ടു, ശരിയാണോ? കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് പിന്നെ എല്ലാ മാസവും ചെക്കപ്പ് വേണമെന്നില്ല. ഖാദർ സാഹിബ് ഒന്ന് മുന്നോട്ട് ആഞ്ഞിരുന്നു. അത് പറ്റില്ല ഡോക്ടറെ, ഞങ്ങൾക്ക് എല്ലാ മാസവും ഇവിടെ വരണം. ചിരിച്ചുകൊണ്ട് സംസാരിക്കാൻ ആരംഭിച്ച ഖാദർ സാഹിബിൻ്റെ കണ്ണുകൾ പെട്ടെന്ന് നിറഞ്ഞു. ഇടം കൈകൊണ്ട് ആമിനുമ്മയെ ചേർത്ത് പിടിച്ചു. ഞങ്ങളുടെ ജീവിതം തിരിച്ചു കിട്ടിയത് ഇവിടുന്നാണ് ഡോക്ടർ, മറക്കാൻ പറ്റില്ല. ഇവിടെ നിൽക്കുമ്പോൾ കിട്ടുന്ന സന്തോഷം വേറെ എവിടെയും ഞങ്ങൾക്ക് കിട്ടില്ല. അതാണ് കാര്യം. ആശുപത്രിയിൽ നിന്ന് കേൾക്കുമ്പോൾ സാധാരണ ആരും പോവാനായിട്ട് താല്പര്യപ്പെടില്ല. പക്ഷെ അവർക്ക് ആമിനുമ്മയ്ക്ക് കാര്യങ്ങൾ അറിയില്ലെങ്കിലും ഖാദർ സാഹിബിനാണ് സത്യം മുഴുവനും അറിയുന്നതല്ലേ. അപ്പോൾ ഖാദർ സാഹിബിനെ പിന്നെ ഒരിക്കലും തിരിച്ചു കിട്ടില്ല എന്ന് വിചാരിച്ച് തൻ്റെ ജീവിതം ഇവിടുന്നാണ് വീണ്ടും തിരിച്ചു കിട്ടിയത്. അപ്പോൾ അതുകൊണ്ട് ഇവിടേക്ക് ഇനി വരണ്ട എന്ന് ഒരിക്കലും പറയരുത്, ഞങ്ങൾ എല്ലാ മാസവും ഇവിടെ വന്ന് പൊയ്ക്കൊള്ളാം എന്നുള്ളതാണ് ഖാദർ സാഹിബിൻ്റെ ആവശ്യം. ആമിനുമ്മയും അപ്പോൾ നാണം പറഞ്ഞ് ഖാദർ സാഹിബിൻ്റെ നെഞ്ചിലേക്ക് ചേർന്നിരുന്നു. കണ്ണീര് നിറഞ്ഞ 4 കണ്ണുകൾ സ്ഫടികം പോലെ തിളങ്ങുന്നു. ഞാൻ ഖാദർ സാഹിബിനെയും ആമിനുമ്മയെയും നോക്കി. കാലത്തെയും തോൽപ്പിക്കാനുള്ള കെൽപ്പ് ഒന്നിനു മാത്രമേ ഉള്ളൂ, അതിരുകളില്ലാത്ത സ്നേഹത്തിന്. അതിരുകളില്ലാത്ത സ്നേഹം ദാമ്പത്യത്തിൽ ഒരിക്കലും വിട്ടുപിരിയില്ല എന്നുള്ള അവരുടെ നിശ്ചയദാർഢ്യം, അത് മരണത്തിനെ കൂടി തോൽപ്പിച്ചു എന്ന് ഡോക്ടർ
പറയാം. ഇപ്പോൾ ജീവിതം എന്ന അത്ഭുതം എന്നുള്ള ഡോക്ടർ വി.പി. ഗംഗാധരൻ്റെ ഓർമ്മക്കുറിപ്പുകളിൽ നിന്ന് എടുത്തിട്ടുള്ള ഒരു ഭാഗമാണ് നമുക്കിവിടെ തന്നിട്ടുള്ള അതിരുകളില്ലാത്ത സ്നേഹം എന്നുള്ള പാഠഭാഗം. അപ്പം ഇത്രയേ ഉള്ളൂ ആ പാഠഭാഗം.